രതീഷെ, നമുക്ക് വളരെ രസകരമായ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ ജി സുധാകരൻ ജനങ്ങളുടെ അടുത്ത് ചില പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുന്ന സമയത്ത് CPM അണികൾ പാർട്ടി വിട്ടുപോയ നേതാവിനെ അദ്ദേഹത്തോട് കലഹിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. അങ്ങനെ കലഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നേരത്തെ ഒരിക്കലും ആ സഹാക്കൾ സഹാവ് എന്നല്ലാതെ ജി സുധാകരനെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ നീ എന്നൊക്കെ ആരോ വിളിച്ചു. നീ ആരടാ നീ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഒരു SDPIക്കാരനെല്ലാം അടിച്ചു എന്നാണ്. ഇപ്പോൾ വളരെ രസകരമായ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ട്വിസ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. ജി സുധാകരൻ നേരത്തെ വളരെ ശക്തമായിട്ട് H സലാമിനെതിരെ പറഞ്ഞിരുന്ന ഒരു പരാതി എന്താണെന്ന് പറയുന്നത്, H സലാം അവിടെ SDPIയെയും മുസ്ലിം തീവ്രവാദികളെയും ഒക്കെ കൊണ്ടുനടന്ന പാർട്ടിയെ മുസ്ലിം തീവ്രവാദികളുടെ കയ്യിൽ എത്തിച്ചു എന്ന് ഹൈജാക്ക് ചെയ്തു. അങ്ങനെ ആണ് ആ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ കടന്നുപോയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ SDPIയുടെ നേതൃത്വം എന്ന് പറയുന്നത് ജി സുധാകരനെ ഏറ്റെടുക്കുന്നത് പോലെയുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്നെനിക്ക് വന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവാഭാരതിയുടെ അവിടെ ആ കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, എന്തോ ചെറിയ സംവിധാനം, അത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് SDPI സമരം നടത്തുകയും ആ സമരത്തിൽ അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ജി സുധാകരനെ എടുത്തു. ഇപ്പോൾ തിരുത്തിയെന്ന് എനിക്ക് തോന്നി, എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ്, പിന്നെ ഡെവലപ്മെൻറ്റ്സ് അറിയില്ല. എന്തായാലും അത് അതിശക്തമായിട്ടുള്ള എതിർപ്പിന് കാരണമായി മാറി. മാത്രമല്ല സേവാഭാരതിയുടെ അത് പൊളിച്ചളയണമെന്ന് മാത്രമല്ല, ഈ സർക്കാർ ആശുപത്രികളിൽ നിന്നും ആരും പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല എന്ന് DYFIക്കെതിരായിട്ടും അദ്ദേഹം ഒരു നിലപാട് നടത്തി. ശരിയാണ്, ആരും കൊടുക്കാണ്ടിരിക്കണം നല്ലതാണ്, പക്ഷേ സർക്കാർ കൊടുക്കണമല്ലോ. ഇപ്പോൾ അതില്ലാത്ത സമയത്ത് ആരെങ്കിലും കൊടുക്കും, സേവാഭാരതി കൊടുക്കും, അല്ലെങ്കിൽ DYFI കൊടുക്കും, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ജീവകാരുണ്യപരമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ കൊടുത്തുന്നിരിക്കും. അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ലിമിറ്റേഷനാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ. ഞാനതിൻ്റെ അകത്ത് കാണുന്നത് എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ട്വിസ്റ്റ് വരുന്നത് എന്നുള്ള. ഒരാൾ അതിശക്തമായിട്ട് ഇതുവരെ മുസ്ലിം തീവ്രവാദത്തെയും SDPIയൊക്കെ എതിർക്കുന്നു. കുറേ കഴിഞ്ഞ് അദ്ദേഹം MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഒരു ആധികാരിക സ്വഭാവത്തിലേക്ക് അദ്ദേഹം എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ വെല്ലുവിളിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻ പാർട്ടിയിലെ സഹാക്കൾ വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ SDPIയുടെ ഗുണ്ടായിസത്തെ ഉപയോഗിക്കുന്നു. എന്താണ് അതിൻ്റെ പൊളിറ്റിക്സ്, എന്താണ് ശരിക്കും? അല്ല, മാഷ് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു ആംഗിളാണ് ഇത്. യഥാർത്ഥത്തിൽ ജി സുധാകരൻ അദ്ദേഹം ജയിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവ പോലും ഇത്തരത്തിൽ ചില കൂട്ടുകച്ചവടം അവിടെ ഉണ്ടാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം ജി സുധാകരൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു എന്നാണ്. അതായത് SDPIയുടെയും PFIയുടെയൊക്കെ ആളുകൾ പോലും CPMലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയും നുഴഞ്ഞു കയറുകയും അവിടെ ആധിപത്യം ഉറപ്പിക്കുകയും അവരെ അവിടെയുള്ള നേതൃത്വം സംരക്ഷിച്ച് പിടിക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെ അദ്ദേഹം ഇൻഡയറക്ട്ലി സൂചിപ്പിച്ചിട്ടുള്ളത് H സലാമിന് വലിയ പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല, അന്നും അതല്ല, ഇന്നും അതല്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് H സലാം ഇപ്പോൾ പെട്ടെന്ന് പാർട്ടിയിലേക്ക് വന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് അറിയുന്ന ഇപ്പോൾ മാഷ്ക്ക് അറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയാം. അദ്ദേഹം ചെറുപ്പം മുതലേ, വളരെ ചെറുതിലേ മുതൽ കോളേജിൽ പ്രവർത്തിച്ചൊക്കെ തന്നെ വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം ഏതാണ്ട് പെട്ടെന്നൊരു നേതാവായ ആളാണെന്ന് പറഞ്ഞാണ് ജി സുധാകരൻ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്തത്. ഇനി അതും പോട്ടെ, അടുത്തൊരു പ്രശ്നം സത്യത്തിൽ കഴിഞ്ഞ 2024 ലോക്സഭയിൽ ഇപ്പം അത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ അത് വിവാദമൊക്കെ ആക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ BJPയെയും സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ആരോപണം അവിടെ ഉണ്ട്. അതിൽ ഏറെക്കുറെ ശരികളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ തന്നെ ഈ പറയുന്ന ആശയങ്ങളെന്നൊക്കെ പറയുന്നത് അധികാരത്തേക്കാൾ വലുതായി ഇവർ മുറുകെ പിടിക്കും എന്നുള്ളത് നമ്മളാരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ ജി സുധാകരൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. കാരണം അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം KSU എന്ന് പറഞ്ഞൊരു പേര് പറയാതിരിക്കുകയും DSU എന്ന് പറയുന്ന പേര് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ നിശ്ചിതമായി കോൺഗ്രസിനെയും അതുപോലെ VD സതീശനെയൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളിയുടെ അടുത്തേക്ക് അദ്ദേഹം ഒരു പൊന്നാടയായിട്ട് പോവുകയും അത് അടിയിക്കുകയും
അതിനുശേഷം അതേ മറ്റൊരു പൊന്നാട മേടിച്ച് നേരെ മുസ്ലിം ലീഗിൻ്റെ അടുത്ത് വന്ന് അണിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ഒറ്റ കാര്യമുള്ളൂ, ജയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എല്ലാ ശക്തികളെയും അദ്ദേഹം കൂട്ടുപിടിച്ചു. അല്ലെങ്കിൽ ഒരു CPM-നെതിരെ ഒരു ആൻറ്റി CPM എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് അവർ നീങ്ങി. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറത്ത് മാഷ അറിയേണ്ടത് SDP-യിൽ അവിടെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. SDP-യുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അവിടെ പ്രാദേശിക നേതൃത്വത്തിലൊക്കെ വലിയ പ്രശ്നമുണ്ടായി. കാരണം ആ പ്രശ്നമുണ്ടായതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് സംഘപരിവാറിൻ്റെ ഒരു മജോറിറ്റി വോട്ടുകൾ ആർക്ക് പോകും, ജി സുധാകരന് പോകുമെന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ SDP നമ്മളവരെ പിന്തുണക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ടായി. പക്ഷെ അതിന് ഏതാണ്ട് ഒരു മേജർ സ്പ്ലിറ്റ് ഉണ്ടാവുകയും ആ സ്പ്ലിറ്റിലെ ഒരു വലിയ പാർട്ടി ഇവരുടെ ഒപ്പം നിൽക്കുകയും ചെയ്തു, ജി സുധാകരൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തു. അതിലൊരാളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മാഷ് പറയുന്ന പോലെ അങ്ങനെ പ്രാദേശികമായി നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് നീ എന്ന് വിളിക്കുന്നോളാന്ന് വെച്ച് അടിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ ജി സുധാകരൻ വന്ന് സംസാരിക്കുമ്പോൾ ഒരു മറ്റൊരു ജനപ്രതിനിധിയാണ്, തദ്ദേശ ലോക്കൽ ബോഡിയിലാണെന്ന് മാത്രമേ ഉള്ളൂ, അയാളുമായിട്ടൊരു തർക്കം ഉണ്ടാകുന്നു. പക്ഷെ തർക്കം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അയാൾ വിളിക്കുന്നത് സാർ സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. കൂടാതെ അദ്ദേഹം ഒരു വാക്കുകൂടി പറയുന്നുണ്ട്, അതും പ്രധാനപ്പെട്ടതാണ്. സാറാണ് ഞങ്ങളെ കൊണ്ട് സാറേ എന്ന് വിളിപ്പിച്ചത്, സഖാവെന്ന് മാറ്റിക്കൊണ്ട് സാറേ എന്ന് വിളിക്കണം എന്ന് നിർബന്ധം പിടിച്ചത് ഞാനാണ് എന്നുള്ളത് പുള്ളി പറയുന്നുണ്ട്. അപ്പോഴും പക്ഷെ ജി സുധാകരന്റെ വാദങ്ങൾ ദുർബലമാണ്. ജി സുധാകരൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഞാൻ 28,000 വോട്ടിന് ജയിച്ചതല്ലേ എന്ന് പറയുന്നത്? 28,000 വോട്ടിന് ജയമോ തോൽവിയോ ഒന്നും അല്ലല്ലോ, ഒരു ആശയത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാടിന്റെയും പ്രാധാന്യം മറ്റൊന്നാണ്. അതറിയാത്ത ഒരാളല്ല ജി സുധാകരൻ. പക്ഷെ ജി സുധാകരൻ അവിടെ പറഞ്ഞു ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ 28,000 വോട്ടിന് ജയിച്ചല്ലേതാണ്. അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിന്ന് 1.5 ലക്ഷം വോട്ടിന് ജയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടോ, ഏറ്റവും വലിയ നേതാവാകുകയോ അല്ലെങ്കിൽ ആവുകയോ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് താൽക്കാലികമായി രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ വരുമ്പോൾ ആ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എടുക്കേണ്ട എല്ലാ നിലപാടുകളും ജി സുധാകരൻ എടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇപ്പൊ അദ്ദേഹം നമുക്കെല്ലാം അറിയാം, അദ്ദേഹം ഒരിക്കലും SDP-യുടെ ആശയങ്ങളോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോടൊന്നും യോജിക്കുന്നതല്ല. പക്ഷേ താൽക്കാലികമായ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ഇത്തരത്തിലുള്ള എല്ലാ ശക്തികളായിട്ടും, ഞാൻ പറയുന്നത് SDP മാത്രമല്ല, SDP-യും അതുപോലെ തന്നെ പ്രോ സംഘപരിവാർ നിലപാടെടുക്കുന്ന ആളുകളും ഒക്കെ ആയിട്ട് വലിയൊരു ചങ്ങാത്തം അവിടെ സൃഷ്ടിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഒന്നും പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം കൂടെ ഉണ്ട് മാഷ അറിയേണ്ടത്. ഇതിൽ ഇപ്പൊ ഈ KC വേണുഗോപാലിന്റെ പേര് അദ്ദേഹം പറയണ്ടേ, അതായത് ഞാനും KC വേണുഗോപാലൊക്കെ കൂടി തീരുമാനിച്ചു എന്ത്, പൊതിച്ചോറ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ്. പൊതിച്ചോറ് കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ധാർഷ്ട്യമോ അഹങ്കാരമോ ഒക്കെയാണ്. കാരണം വിശാലമായ അർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം നന്മ മരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകളോ ഒന്നും പൊതിച്ചോറ് കൊടുക്കേണ്ടതല്ല, പകരം അത് ഗവൺമെന്റ് ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. ഗവൺമെന്റ് ബിരിയാണി കൊടുത്താൽ മതി, ആളുകൾ അത് മേടിച്ച് കഴിച്ചോളും. ഗവൺമെന്റ് ബുഫേ മീൽസ് കൊടുത്താൽ മതി, അത് മേടിച്ച് കഴിച്ചോളും. പക്ഷേ ഗവൺമെന്റ് ഒന്നും അത് ചെയ്യുമെന്ന് വിചാരിക്കുക വയ്യ. ഇപ്പൊ എന്താ ഏറ്റവും ഒടുവിൽ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗ് ഇതേ പ്രവർത്തനം ചെറുതായിട്ടാണെങ്കിലും ഏറ്റവും വ്യാപകമായിട്ട് നടക്കുന്നത് DYFI ആണെങ്കിലും അല്ലാതെ നടക്കുന്നത് ഈ പറയുന്ന സേവാഭാരതിയും അതുപോലെ തന്നെ മറ്റാളുകളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് രാഷ്ട്രീയമായി അവിടെ അവർക്ക് മൈലേജ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാതെ വയ്യ ജി സുധാകരൻ ഇപ്പം ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിന് വലിയ ആനുകൂല്യം കിട്ടി. കാരണം അദ്ദേഹം ചില ആളുകളോട്, ഏഷ്യാനെറ്റിൻ്റെ ഒരു ലേഖിയോട്, ഒരു പത്രപ്രവർത്തകയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകയോട്, നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാമെന്നാണ് ചോദിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തക പുള്ളിയുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ അതൊരു ഒളിഞ്ഞുനോട്ടമായി പുള്ളി അവതരിപ്പിക്കുകയും പലപ്പോഴും സുജാതയെക്കുറിച്ച് പറയുമ്പോൾ അത് മുല്ലപ്പൂ ചൂടിയിട്ട് നായന്മാരുടെ വീട്ടിൽ പോയി എന്നൊക്കെ പറയുന്ന അങ്ങേറ്റം അപക്വമായിട്ടുള്ള പല ഡയലോഗുകളൊക്കെ പുള്ളി ഇതിനു മുമ്പ് വിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതിലൂടെ കണ്ടാൽ മതി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭാഷ പറഞ്ഞ പോലെ വൈരുദ്ധ്യമായിട്ടുള്ളൊരു കാര്യം, മറ്റേ പ്രചരണത്തിൽ അവരെന്ത് ചെയ്തു, വിജയിച്ചു. യഥാർത്ഥത്തിൽ ആ പ്രചരണം അല്ല. കാരണം പുള്ളിയുടെ ഒപ്പമുള്ള ആൾ ഏറ്റവും ആദ്യം കയറി അടിക്കുകയും ഈ തർക്കിച്ചയാളെന്ന് പറഞ്ഞാൽ അതൊരു സംവാദമായിട്ട് നമ്മൾ കണ്ടുപിടേണ്ട ആവശ്യമുള്ളൂ. കാരണം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുന്നു, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വാചകവും പറയുന്നില്ല. അവരെ വിളിച്ച് സംസാരിക്കുന്ന പോലും സാറ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ച് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. അപ്പം അതിനിടയിൽ ഒരാൾ ശരിയാണ്, താൻ എന്ന് വിളിച്ചോ നീ എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് ഒറ്റടിക്ക് കയറി അടിയുണ്ടാവുന്നു. അതിനുശേഷം ഇവർ തമ്മിലൊരു സംഘടനമൊക്കെ ഉണ്ടാവുന്നു. അത്തരം ലെവലുകളിലേക്കൊന്നും അവിടെ പോകേണ്ട ഒരു ആവശ്യം അല്ലാതെ അവിടെ മാത്രമല്ല, ഏത് സ്ഥലത്തും നമ്മളുടെ ആളുകളുടെ ഇടയ്ക്ക്, പാർട്ടിക്കാരുടെ ഇടയ്ക്കൊക്കെ പിന്നെ വരേണ്ട ഒരു വലിയ മാറ്റമുണ്ട്. അതായത് ഒരാൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അയാൾ MLA ആയി കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ അദ്ദേഹത്തെ നമ്മളുടെ MLA ആയിട്ടാണ് കാണുക. അതല്ലാണ്ട് കോൺഗ്രസിൻ്റെ MLA, CPM-ൻ്റെ MLA, മുസ്ലിം ലീഗിൻ്റെ MLA എന്ന നിലക്കല്ല ആളുകൾ കണക്കാക്കേണ്ടത്. അതുപോലെ MLA-യും എന്ത് ചെയ്യണം,
ഞാൻ വിശാലമായി ജനവിഭാഗത്തെ മുഴുവനും പ്രതിദാനം ചെയ്യുന്ന ഒരാളാണ് എന്ന് കണക്കാക്കണം. അങ്ങനെ ഉള്ള ഒരു സമീപനം വന്നാൽ മാത്രമാണ് ഇങ്ങനെ ഉള്ള തർക്കങ്ങളെന്ന് പറയുന്നത് ഇല്ലാതാവുകയുള്ളൂ. തർക്കങ്ങൾ ഇല്ലാതാവേണ്ട ആവശ്യമാണ്. കാരണം വെച്ചാൽ ജനാധിപത്യ സംവിധാനത്തിനകത്ത് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് അവരുടെ MLA ആയിട്ട് അവർ കണക്കാക്കുകയും MLA ആവശ്യം വേണ്ട ബഹുമാനത്തോടു കൂടി അവർ പെരുമാറുകയും അതുപോലെ MLA തിരിച്ച് അവരെ ആവശ്യം വേണ്ട പരിഗണനയോടുകൂടി പരിഗണിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവില്ല. അത് അവിടെ ഉണ്ടാവേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ജി സുധാകരനെ കുറിച്ച് നമുക്ക് പൊതുവെ നല്ല അഭിപ്രായമാണ് മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു. അദ്ദേഹം CPM പ്രവർത്തിച്ചിട്ട് CPM ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിൽ അഴിമതിക്കാരനായിട്ട് ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുഡ് ബുക്ക് എൻട്രി തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഈ സംഭവത്തിൻ്റെ ഒരു ആവശ്യം യഥാർത്ഥത്തിൽ ജി സുധാകരനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ SDPIയുടെ ബോഡി ഗാർഡ് ആവശ്യമുണ്ടാകും, ഒരാവശ്യമില്ലാത്തവരും. കാരണം ജനങ്ങളെ എത്രയോ കാലമായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന അതാണ് അപ്പോഴും അദ്ദേഹത്തിന് നല്ലത് എന്ന് അദ്ദേഹവും തിരിച്ചറിയേണ്ട ഒരു സംഭവമായിട്ടാണ് ഈ സംഭവത്തെ ഞാൻ കണക്കാക്കുന്നത്. ഈ മാഷ്ക്ക് ഇപ്പം എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ നല്ല പരിചയം ഉണ്ടാവും. ഞാനുമായിട്ടും കുറച്ചൊക്കെ അധികം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല. അദ്ദേഹം വളരെ ഒരു ആശയത്തിൽ അടിയുറച്ച് നിൽക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആശയപരമായിട്ടുള്ള ഒരു ബൗദ്ധിക നിലവാരവും വായനയും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹത്തിന് പലപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അദ്ദേഹത്തോട് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് അതിനോടൊരു തർക്കിച്ച് ജയിക്കാനും പറഞ്ഞ് ജയിക്കാനും അതിന് ആഴത്തിലേക്ക് പോകാനും ഒക്കെ ഒരു താല്പര്യം കുറച്ച് കൂടുതലുള്ള ഒരാളാണ്. അത് പക്ഷേ CPM ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോവുകയും CPM പാർട്ടി മെമ്പർമാരോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ കേട്ടിരുന്നൊരു ലെവലിലായിരിക്കില്ല ഇനി സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു UDF MLA ആയിട്ട് അവിടെ നിന്ന് ജയിക്കുമ്പോൾ ആളുകൾ കേൾക്കുന്നതും അത്തരം ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്നതും ഒക്കെ പലപ്പോഴും ആളുകൾ കേട്ടെന്ന് വരില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ബൗദ്ധികമായിട്ട് എനിക്കിത് അറിയാം എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം എല്ലാ കാലത്തും അദ്ദേഹം പുലർത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. പക്ഷെ അതിൽ അദ്ദേഹത്തിന് വലിയ 2 കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ കുഴപ്പങ്ങളിൽ ഒന്ന്, ഈ പൊതിച്ചോറ് പോലെയുള്ള കാര്യത്തിൽ അദ്ദേഹം അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള ഡയലോഗ് അടിക്കുകയും, രണ്ടാമത്തേത് നേരത്തെ ഭാഷ പറഞ്ഞതുപോലെ അദ്ദേഹം കൂടെ കൂട്ടുന്ന ആളുകൾ സംരക്ഷണമെന്ന് അദ്ദേഹത്തിന് നേടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ 75-76 വയസ്സ് കഴിഞ്ഞു, അദ്ദേഹം 77-78 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അതിനൊന്നും ആവശ്യമില്ല. അദ്ദേഹം അല്ലാതെ തന്നെ അവിടെ ജീവിച്ചു പോകുന്നുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സും സ്കൂളിലെ ആളുകളൊക്കെ ഉണ്ട്. ഈ പ്രശ്നം തന്നെ ശരിക്കും അവിടെ ആവശ്യമില്ലാത്തതാണ്. കാരണം അവിടെ നിന്ന് മണ്ണൊന്നും കയറ്റിക്കൊണ്ട് പോയില്ല. അപ്പോൾ അത് ജിസുദാരൻ എപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം കുറേ കൂടി ഒരു ബെലിജറൻ്റായി ഒരു യുദ്ധസന്നദ്ധനായിട്ടാണ് പ്രശ്നങ്ങളെ കാണുന്നത്. അദ്ദേഹം ഈ പ്രായത്തിലും നമ്മളിപ്പോൾ അദ്ദേഹത്തെ ഉപദേശിക്കാനൊന്നും ആളല്ല, പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി ഒരു മൈൽഡായി, ഭാഷ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു ഇംഗ്ലീഷ് ക്യാരക്ടർ വലിയ ആവശ്യമാണ്. ഇപ്പോഴല്ല, അദ്ദേഹം നേരത്തെ അത് ആവശ്യം വേണ്ടത് തന്നെയാണ്. പക്ഷേ പാർട്ടിക്കാരുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും തോന്നില്ല. എവിടെ പോകുന്ന സമയത്ത് ഈ പാർട്ടിക്കാരുടെ ഒരു സംഘമായിട്ടാണുള്ള നടക്കും. അതൊക്കെ എല്ലാവരുടെയും ഒരു ശീലമായി കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ മാറ്റി എല്ലാവരും അങ്ങനെയല്ല ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഏത് MLA നമ്മുടെ അടുത്ത് പരിശോധിച്ചാലും ആ MLA UDFൻ്റെ MLA ആണെന്ന് വെച്ചാൽ അയാൾ നാട്ടിൽ വരുന്ന സമയത്ത് അയാളുടെ കുറേ ആളുകളുമായിട്ട് ഇങ്ങോട്ട് വരും, ചുറ്റും കണ്ടല്ലേ. എന്നിട്ട് ഇങ്ങനെ അവരുടെ ഒരാൾ അങ്ങനെ കാണരുത് ഒരിക്കലും. അതുപോലെ CPM ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPMൻ്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, കുറേ ആളുകളെ കൂടി ഇവരുടെ കൂടെ, ഇവരൊന്നും ഇല്ലാതെ ഇവർക്ക് നേരിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോയാൽ പോരെ. അങ്ങനത്തെ ഒരു സമീപനം പുതുതായിട്ട് ഇവർ സൃഷ്ടിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ ഈ ഉപജാപ സംഘങ്ങളുമായിട്ട് ഇങ്ങനെ നടന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതവർ തിരുത്തണം. അവർ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അവർ നേരെ ജനങ്ങളുടെ അടുത്തേക്ക്. കോൺഗ്രസിന്റെ ശ്രദ്ധിച്ചില്ലേ, കോൺഗ്രസ് MLA വരുന്ന ഒരു വലിയ ആദ്യം ഇത് മറ്റിടത്തും മറ്റിടത്ത് ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടായിരിക്കും. അല്ല, ഇതിൽ മാറ്റാണ് നല്ലത് പൊതുവെ. അല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ഏറ്റവും കുറഞ്ഞ പക്ഷം ഇവർ ആലോചിക്കേണ്ടിരുന്ന കാര്യം, ഇവരൊരു സ്കൂളിലേക്കാണ് ചെന്നിരിക്കുന്നത് എന്നെങ്കിലും ഇവരെല്ലാവരും ആലോചിക്കേണ്ടതാണ്. കാരണം ഒരു സ്കൂളിൽ ചെന്ന് ഒരു MLAയും അതുപോലെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറും ബാക്കിയുള്ളവരും കൂടി അവിടെ കിടന്ന് ഇടിയുണ്ടാക്കുന്നു, ഷർട്ട് കീറുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്തൊരു അപമാനകരമായ കാഴ്ചയാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ എനിക്ക് ജിസുദാരനോട് പറയാനുള്ള, അദ്ദേഹത്തെ പോലെ ആള് ഞാൻ 28,000 വോട്ടിന് ജയിച്ചതല്ലേ എന്നൊന്നും പറഞ്ഞ് ആളുകളോട് മല്ല് പിടിക്കട്ടെ എന്ന ആവശ്യം
ഇല്ല. ഇല്ല. അതൊക്കെ വെറും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തന്നെ ചെറുതായി പോകുന്ന അല്ല, ഇത് ഈ ഒരു സംഭവം ഞാൻ അവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ലേ കണക്കാക്കുന്നത്. എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിലെ ജനപ്രതിനിധികൾ പൊതുവെ കുറച്ചും കൂടി ജനകീയമാകുകയും എല്ലാത്തരം ആളുകളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻക്ലൂസീവ് ക്യാരക്ടർ കാണിക്കുകയും ചെയ്യുന്ന നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ അതെ ഒരിടത്തുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കുറഞ്ഞു വരികയാണ്. ഓരോരുത്തരും അവരുടെ കുറേ ആളുകളെയും കൊണ്ട് ഇങ്ങനെ നടക്കണേ ചെയ്യുന്നു. അത് നല്ല പരിപാടിയല്ല എന്തായാലും.